ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ നമ്മുടെ ഈ ശ്രമം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സന്ദർശക ദയവായി പേഴ്സും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും സൂക്ഷിക്കുക. മോഷണ ശ്രമം ഇവിടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ വരുന്ന ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഞാൻ പറയാവുന്ന കാര്യം എന്താ വെച്ചാല്, ഞാനിവിടെ ഈ പൂപ്പലിക്ക് വന്ന സമയത്ത് പല സംഭവങ്ങളും എനിക്ക് ചില കാര്യങ്ങളൊക്കെ അതിശയമായിട്ട് തോന്നി. ചില പൂക്കള് ഈ പൂവിന്റെ ഒരു പ്രത്യേകത നോക്കിയൊക്കെ, ഇതെന്താ വെച്ചാൽ ഇതിന് ഓരോ തലയും കണ്ണും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ട് കണ്ടോ. അതിന്റെ വേറെ വേറെ വെറൈറ്റി വേറെ കളറുകൾ ഉണ്ട് കേട്ടോ. നീല, മഞ്ഞ, പിന്നെ വേറെ എന്തൊക്കെയോ കളറുണ്ട്. ഇത് ഭയങ്കര രസമുള്ള ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ പേരൊന്നും എനിക്കറിയില്ല. ഇത് ഭയങ്കരമായിട്ട് ഒരു ഭംഗിയുണ്ട് കേട്ടോ കാണാന്. വളരെ നല്ല രസമുണ്ട്. ഇതൊക്കെ ഇവിടെയൊക്കെ ഒരുപാട് സംഭവമുണ്ട്. ഇത് ഇവിടെ ഒരു ക്ലോക്ക് ഉണ്ട് കേട്ടോ. കറക്റ്റാണ്, സമയം കൃത്യസമയമാണ്. കാണുന്നില്ലേ, ആ ക്ലോക്കാണത്. പിന്നെ അവിടെ ഒരു കഥകളീന്റെ ഒരു ഒരു സംഭവമുണ്ട്. അപ്പൊ ഇങ്ങനെ ഇവിടെ ഭയങ്കര ഒരു ഇതാണ്. ഇവിടെ ഒരു ഈ ഒരു ഫ്ലവർ ഉണ്ടല്ലോ, ഇത് ഒരുപാട് ദൂരം ഉണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് അത് ഒരു എനിക്ക് തോന്നുന്നു ഒരു 300 മീറ്റർ ഒക്കെ ഉണ്ടാവും തോന്നുന്നുണ്ട് അങ്ങോട്ട്. അത്രയുണ്ട്. ഭയങ്കര വൈബായി തോന്നുന്നുണ്ട്. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഒരു താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിലും ഉണ്ടല്ലോ. ഇവിടെ അല്ലാതെ പിന്നെ വേറെ എവിടെ പോയാലും ഇത് കിട്ടും തോന്നുന്നില്ല. ഞാൻ ഇതൊക്കെ തന്നെ കണ്ടിട്ടുള്ളൂ. വയനാട്ടിലെ നമ്മുടെ ഈ ഫ്ലവർ ഷോ അല്ലാതെ ഞാൻ വേറെ ഫ്ലവർ ഷോ ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ കണ്ട ആൾക്കാർ പറയുന്നുണ്ട് വയനാട്ടിലെ ഫ്ലവർ ഷോ ഭയങ്കര ഒരു മുതൽക്കൂട്ടാണെന്ന് പറയുന്നത്. ഇതിന്റെ ഒരു പ്രമോഷൻ ഒന്നും അല്ല കേട്ടോ ഞാൻ ഈ പറയുന്നത്. നമ്മളെ നാടല്ലേ, നമ്മളെ നാടിന്റെ അഭിമാനല്ലേ ഈ ഫ്ലവർ ഷോ. മോശമൊന്നുമില്ല. ഓക്കെ, പിന്നെന്താ വെച്ചാല് കുഴപ്പമില്ല. ഓക്കെ, എന്നാ ശരി കേട്ടാ.